നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നത് ഹൈസ്കൂളിലല്ല, പ്ലസ് ടുവിലുമല്ല, 5ാം ക്ലാസ്സിൽ വെച്ചാണ്. ഞെട്ടിയല്ലേ? പക്ഷേ ഇത് സത്യമാണ്. വാഴ 2 കണ്ടവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ട് കാണും. പഠനമൊഴികെ ബാക്കിയെല്ലാം നടക്കുന്നിടങ്ങളായി നമ്മുടെ പല പൊതുവിദ്യാലയങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന പരമാർത്ഥമാണത്. പക്ഷേ ആ സിനിമ കൊണ്ടുപോലും തുടങ്ങാത്ത ഒരു വിദ്യാഭ്യാസ ചർച്ച ഇന്ന് ഞാൻ തുടങ്ങാം. ഞാൻ ഡോക്ടർ പ്രവീൺ രാമചന്ദ്രൻ. പ്രൈമറിയിൽ അമ്മ കൂടെയുണ്ട്. അധ്യാപകർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും. കാര്യങ്ങൾ സ്മൂത്തായി അങ്ങ് നടക്കും. ഹൈസ്കൂളിൽ ബോർഡ് പരീക്ഷയുണ്ട്, റിസൾട്ടുണ്ട്. കുട്ടികൾക്ക് രക്ഷിതാക്കളുടെയും അധ്യാപകർക്ക് പൊതുസമൂഹത്തിൻ്റെയും അക്കൗണ്ടബിലിറ്റിയുണ്ട്. പക്ഷേ ഇടയ്ക്കുള്ള 3 വർഷങ്ങൾ, ആ 5, 6, 7 ക്ലാസ്സുകളുടെ കാര്യമോ? രക്ഷിതാവ് കരുതുന്നു കുട്ടി വലുതായില്ലേ, സ്വയം പഠിച്ചോളും. സ്കൂളിൽ ആരോടും ഉത്തരം പറയേണ്ടാത്ത ചില അധ്യാപകർക്ക് ക്ലാസ്സിൽ കയറുക പോലും ചെയ്യാതിരിക്കാം. ആരും ചോദിക്കാനില്ല. സത്യമായും ഈ ഘട്ടത്തിൽ വെച്ചാണ് ആരും ശ്രദ്ധിക്കാനില്ലാത്ത നമ്മുടെ കുട്ടികൾ വഴിതെറ്റുന്നത്. പഠനത്തിലുള്ള ഫോക്കസ് നഷ്ടപ്പെടുന്നത്. ഇത് വെറും 3 വർഷമല്ല, ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായക വർഷങ്ങളാണ്. വായനയും എഴുത്തുമുറച്ച് സാക്ഷരത പൂർണ്ണമാകേണ്ട സമയം, ഗണിതത്തിൻ്റെ അടിത്തറ പൂർത്തിയാക്കേണ്ട സമയം, സ്വഭാവം രൂപപ്പെടേണ്ട, കൗമാരത്തിലേക്ക് കടക്കുന്ന സമയം. ഈ ഘട്ടത്തിൽ വഴിതെറ്റിയ കുട്ടിയെ പിന്നെ ഒരു ക്ലാസ് ടീച്ചർക്കും, ഒരു ട്യൂഷൻ മാസ്റ്റർക്കും, ഒരു മാതാപിതാക്കൾക്കും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അവർ എന്നേക്കുമായി വഴിപിഴച്ചു പോകുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാനുള്ള ഏത് ശ്രമവും ആരംഭിക്കേണ്ടത് മിഡിൽ സ്കൂൾ തലത്തിൽ നിന്നാണ്. ഇനി ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം പറയട്ടെ, കേരളത്തിലെ അധ്യാപക സംഘടനാ നേതാക്കളെ ഭൂരിഭാഗവും ഈ പറയുന്ന മിഡിൽ സ്കൂൾ വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് യാദൃശ്ചികമാണോ? നിങ്ങൾ തീരുമാനിക്കൂ. നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ്? കമൻറ്റ് ബോക്സിൽ എഴുതൂ. ഈ വീഡിയോ ഒരു രക്ഷിതാവിന് ഷെയർ ചെയ്യൂ. കാരണം ചർച്ച തുടങ്ങാൻ ഒരാൾ മതി. ഫോളോ ചെയ്യൂ. കേരള വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആരും പറയാത്ത സത്യങ്ങൾ ഇനിയും വരുന്നുണ്ട്.